മൂക്കുതലയിൽ ഇത്രയും മനോഹരമായ സ്വർഗം പോലുള്ള ഒരു സ്ഥലമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരുപക്ഷെ മൂക്കുതലയിൽ ജനിച്ചു വളർന്നവർ പോലും ഈ വഴി വന്നിട്ടുണ്ടാകില്ല. പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ അത്ഭുത കാഴ്ചകൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. മൂക്കുതലയുടെ ഏറ്റവും മനോഹരമായ ചില കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരു ചെറിയ ശ്രമവുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏകദേശം 16 മിനിറ്റോളം നീളുന്ന ഒരു മനോഹരമായ യാത്രാ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ മൂക്കുതല തച്ചൻകാട് വഴി ചേലക്കടവ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ തച്ചൻകാട് പാലം കടന്നാൽ ഇടതുവശത്ത് മനോഹരമായ കാവിലെ പാടവും വലതുവശത്തായി വിശാലമായ പടിഞ്ഞാക്കര പാടവും കാണാം. ഏകദേശം 3 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്ന ചേലക്കടവ് റോഡാണിത്. ഈ റോഡിലൂടെ മൂക്കുതലയുടെ ഹൃദയം കവരുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനുള്ളത് ഇതൊന്നുമല്ല. ചേലക്കടവ് എത്തുന്നതിന് തൊട്ട് മുൻപ് ചേലക്കടവ് കയറ്റം കയറുമ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളി കാണാം. ആ പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ ഇടവഴി പോകുന്നുണ്ട്. അതിലൂടെ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതീവ മനോഹരമായ ഒരു കാഴ്ചയാണ്. മൂക്കുതലയിൽ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിങ്ങൾ ഇതുവരെ ഈ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും അവസാനം വരെ കാണുക. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്.
നമ്മളിപ്പോൾ ചേലക്കടവ് ഞാൻ പറഞ്ഞ ആ മുസ്ലിം പള്ളിയുടെ അടുത്തെത്തി. ഇവിടെ നിന്ന് നേരെ കാണുന്ന ഇടവഴിയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കൊച്ചു സ്വർഗത്തിലേക്കാണ്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇത്രയും ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലം നമ്മുടെ മൂക്കുതലയിൽ ഉണ്ടെന്ന് നേരിട്ട് കണ്ടില്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മനോഹരമായ ആ പ്രദേശം അടുത്തെത്തി കഴിഞ്ഞു. പച്ചപ്പും തണുത്ത കാറ്റും ഒത്തിണങ്ങിയ ഈ ദൃശ്യങ്ങൾ മനസ്സിന് തരുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ച് അറിയുക തന്നെ വേണം. മൂക്കുത്തലയുടെ യഥാർത്ഥ ഭംഗി ഒളിഞ്ഞുകിടക്കുന്നത് ഇതുപോലുള്ള ഗ്രാമീണ വഴികളിലാണ്. ഈ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ നരണിപ്പുഴയിലേക്ക് കടക്കാം. ഈ നാട്ടിടവഴികളിലൂടെ നമ്മൾ പോകുന്നത് നരണിപ്പുഴ റോഡിലേക്കാണ്. കുറച്ചുകൂടി ദൂരം ഇടവഴികൾ പിന്നിട്ട് പോകേണ്ടതുണ്ട്. നരണിപ്പുഴയുടെ മനോഹാരിത കൂടി ആസ്വദിക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക.
അങ്ങനെ നമ്മൾ നരണിപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. നരണിപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇവിടുത്തെ ഈ പ്രശസ്തമായ പാലവും അതിനപ്പുറം പരന്നു കിടക്കുന്ന കായൽ ഭംഗിയുമാണ്. ഈ പാലത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ശരിക്കും ഒരു ക്യാൻവാസ് ചിത്രം പോലെയാണ്. ദൂരെ പുഴയിലൂടെ നീങ്ങിപ്പോകുന്ന ചെറിയ വള്ളങ്ങളും വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആകാശത്തിൻ്റെ നീലിമയും ഈ നാടിൻ്റെ ഐശ്വര്യമാണ്. വൈകുന്നേരങ്ങളിൽ ഈ പാലത്തിന് മുകളിൽ വന്ന് ആ തണുത്ത കാറ്റേറ്റ് നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പാലവും ഈ ചുറ്റുവട്ടവും ഒക്കെയായി നരണിപ്പുഴ നമുക്ക് സമ്മാനിക്കുന്നത് മറക്കാനാവാത്ത ചില സുന്ദരമായ ദൃശ്യങ്ങളാണ്. മൂക്കുതലയുടെ പച്ചപ്പും ചേലക്കടവിൻ്റെ ഭംഗിയും കണ്ട് ഒടുവിൽ നരണിപ്പുഴയുടെ ഈ ശാന്തതയിൽ നിൽക്കുമ്പോൾ ഈ യാത്ര പൂർണ്ണമായതുപോലെ തോന്നുന്നു. ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വഴിയും പുതിയൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. തുടർന്നും ഇതുപോലുള്ള യാത്രാ ദൃശ്യങ്ങൾ കാണാനായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിൽ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.